പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ ഇടതുമുന്നണി പ്രതിപക്ഷ നേതൃസ്ഥാന പദവിയിലേക്ക് ആരെ പരിഗണിക്കുമെന്നതും ആകാംക്ഷയുയർത്തുന്ന ചോദ്യമാണ്. പിണറായി വിജയൻ ആസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത വിരളമാണെങ്കിലും പാർട്ടി തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ഒഴിവാകാൻ കഴിയില്ല. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ എൻ ബാലഗോപാലാണ് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര്. കരുത്തുറ്റ UDF നിരയെ നിയമസഭയിൽ എങ്ങനെ നേരിടുമെന്നതും വലിയ ചോദ്യമാണ്. കനത്ത തിരിച്ചടി വിശദമായി പരിശോധിക്കാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ യോഗം ചേരും. തിരുവനന്തപുരത്തുനിന്ന് സെയ്ഫ് സൈലാബുദ്ദീനാണ് ചേരുന്നത്. സെയ്ഫ്, എല്ലാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ തോൽക്കുന്ന സമയത്ത് പറയാറുണ്ടല്ലോ, നമ്മളെങ്ങനെ തോറ്റു എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഇന്നലെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി വന്നിട്ടുണ്ട്. അതിൽ ചില സൂചനകളൊക്കെ ഉണ്ട്. പക്ഷേ കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ രീതി, അത് തിരുത്തുക എന്നുള്ളതും പാർട്ടിയുടെ രീതിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ തോൽവി തീർത്തും അപ്രതീക്ഷിതമാണോ? 100 സീറ്റിലധികമൊക്കെ UDF നേടി അധികാരത്തിൽ വരുമെന്നൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. ഏതായാലും പരാജയത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുമ്പോൾ ഏത് രീതിയിലേക്കായിരിക്കും ചർച്ചകൾ പോവുക? പ്രത്യേകിച്ചും വ്യക്തി കേന്ദ്രീകൃതമായ പ്രചാരണ പരിപാടികളാണ് തിരിച്ചടിയായത് എന്നുള്ളൊരു വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ പരസ്യമായി തന്നെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നൗഫലി, പ്രഥമദൃഷ്ടി അകൽച്ചയിലാണെങ്കിൽ അവർ തമ്മിലുള്ള അന്തർധാരണ സജീവമായിരുന്നു എന്നുള്ള താത്വിക അവലോകനത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഈ ഘട്ടത്തിൽ CPM-ന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ തോൽവി ഏറ്റുവാങ്ങിയത് അടപടലം തോറ്റു എന്നുള്ളതാണ്. പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളെ നെടുകെ പിളർന്നുകൊണ്ടാണ് UDF വോട്ട് വാങ്ങിക്കൊണ്ട് പോയത്. അത് പരിശോധിക്കാതിരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയില്ല. കണ്ണൂരിലെ പോലെ പാർട്ടിയുടെ അടിത്തറയായ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് തളിപ്പറമ്പിലും എന്തുകൊണ്ട് പയ്യന്നൂരിലും തോക്കുകയും അതുപോലെ തന്നെ കല്യാശ്ശേരിയിലും മട്ടന്നൂരിലും അടക്കമുള്ള ധർമ്മടത്തും അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ലീഡ് കുറയുകയും ചെയ്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പാർട്ടി അണികൾ ഞങ്ങളുടെ പാർട്ടി ഇതല്ല, ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയല്ല വേണ്ടത് എന്ന് നേതൃത്വത്തിന് മുന്നിലേക്ക് ചില സന്ദേശങ്ങൾ നൽകുകയാണ്. അതിന് മറുപടി പറയേണ്ട ബാധ്യത പ്രധാനമായി 2 പേർക്കാണുള്ളത്. ഒന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനകത്ത് എതിർപ്പുന്നയിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം. പിന്നീട് ഇത് കേരളത്തിലുടനീളം ഫ്ലെക്സ് വെച്ച് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന ചോദ്യം ഉന്നയിച്ച പിണറായി വിജയൻ മറ്റാരോ ഉണ്ട് എന്ന് ഇടതുമുന്നണിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അത് ആരാണ് എന്ന് ഇടതുമുന്നണിക്ക് ഇപ്പോൾ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളാണ്, പാർട്ടി അണികളാണ്. അവർ വോട്ട് ചെയ്തു, അവർ പരാജയപ്പെടുത്തി. പാർട്ടി ഇങ്ങനെയൊന്നും അല്ല പോകേണ്ടതെന്ന് പറയുകയും ചെയ്തു. പാർട്ടിയെ അണികൾ തിരുത്തണം എന്ന് കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂരിൽ ജയിച്ച കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആ തിരുത്തലിൻ്റെ പ്രക്രിയയിലേക്ക് പാർട്ടി അണികൾ കടന്നിട്ടുണ്ട്. ഇനി പാർട്ടി നേതൃത്വം കടക്കുമോ എന്ന് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അറിയാം. നാളെ എന്തായാലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തോൽവി വിശദമായി തന്നെ പരിശോധിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കും. നാളെ ഒരു ദിവസം കൊണ്ട് പരിശോധിച്ചാൽ തീരുന്നതല്ല ഈ തോൽവി. കാരണം 1960-ന് ശേഷം ഇത്രയും വലിയ തോൽവി, ഇത്രയും ചെറിയ പ്രതിപക്ഷമായി വരുമ്പോൾ അതിനെ ചെറിയ രീതിയിലല്ല ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPM-നും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന ഭരണത്തിൻ്റെ അവർ ഒരു യുവനിര, ഒരു കൂട്ടം യുവാക്കളുണ്ട്. ഇപ്പോൾ വനിതകളായാലും അല്ലാത്ത യുവ നേതാക്കൾ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ഒരു കൂട്ടം യുവനിരയെ നേരിടാൻ വേണ്ടിയുള്ള ശക്തി ഈ പ്രതിപക്ഷത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ ബാധ്യത പ്രതിപക്ഷത്തെ നയിക്കാൻ ആരായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നാളെ മുതൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ പ്രതിപക്ഷ നേതാവായി മാറുമോ എന്ന കാര്യം ആർക്കും ചിന്തിക്കാൻ പോലും വയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ആ സ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ നിർബന്ധിച്ചാൽ, പാർട്ടി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം മറ്റൊന്ന്. മറ്റു ചില പേരുകൾ, ബാലഗോപാൽ, സജി ചെറിയാൻ തുടങ്ങിയ പേരുകളൊക്കെ ഉയരുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഏത് പേരിലേക്കാണ് കൂടുതൽ സാധ്യത? പിണറായി ആ സ്ഥാനത്തേക്ക് വരാനുള്ള വല്ല സാധ്യതയുമുണ്ടോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യത ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ വരാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. കാരണം ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭരണപക്ഷത്തെ നേരിടാൻ വേണ്ടി ഒരു ഉറച്ച ശബ്ദമായിട്ട് നിയമസഭയിൽ ഒരാൾ വേണം, ഒരു നേതൃനിരയിൽ ഒരാൾ വേണം. അത്
മറ്റാരെങ്കിലും ആണോ? ഇപ്പോൾ കെ വി സുമേഷ് അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന സഭയിൽ നല്ല രീതിയിൽ, പുറത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. സജി ചെറിയാനുണ്ട്, മുഹമ്മദ് റിയാസ് ഉണ്ട്, കെ എൻ ബാലഗോപാലുണ്ട്. ഇവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കെ രാജൻ അടക്കമുള്ള ആൾക്കാരുണ്ട്. ഇവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നിരയിൽ ആരാണുള്ളത്? ഇവരെ ഈ ഇത്രയും വലിയ എണ്ണവുമായി വരുന്ന UDF-നെ നേരിടാൻ വേണ്ടി ചെറിയ പണിയൊന്നും പോരാ. അത് ഒരു വലിയ ശക്തമായ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പ്രതിപക്ഷ നേതൃനിരയിൽ വേണം. പ്രതിപക്ഷ നേതാവ് എന്ന് തോന്നിപ്പിക്കുന്ന നിരയിലുള്ള ഒരാൾ തന്നെ വേണം. അത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തിൻ്റെ പേര് സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടും. അദ്ദേഹം അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല എങ്കിലായിരിക്കും മറ്റൊരു പേരിലേക്ക് പാർട്ടി കടക്കുന്നത്. ആ പേര് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ എൻ ബാലഗോപാൽ ആവാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. കാരണം PB അംഗമായ പിണറായി വിജയനും കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ എൻ ബാലഗോപാലും കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു പേരിലേക്ക് കടക്കുകയുള്ളൂ. പിന്നീടുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സജി ചെറിയാനും മുഹമ്മദ് റിയാസും ആണ്. പക്ഷേ അതിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഒന്നുകിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ കെ എൻ ബാലഗോപാല് പ്രതിപക്ഷ നേതൃസ്ഥാനം വഹിക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വരില്ല എന്ന് ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്നെങ്കിൽ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. അതിൻ്റെ കാരണം ഈ പറഞ്ഞ പോലെ ഒരു 102 MLA-മാരുമായിട്ട് വരുന്ന VD സതീശനെ നേരിടാൻ അത് ചെറിയൊരാൾക്ക് കഴിയില്ല. അത് കഴിഞ്ഞ 2016-ലും 2021-ലും ഒക്കെ ഇടതുമുന്നണി അനുഭവിച്ചൊരു സുഖമുണ്ട്. സഭയിൽ ഒരു ബഹളം ഉണ്ടാകുമ്പോൾ അതിൻ്റെ നേതൃനിരയിൽ നിൽക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, ഒരു കൂട്ടം യുവാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യുവനിരയെ വാർത്തെടുക്കുക എന്നുള്ള വലിയ വെല്ലുവിളി ഇടതുമുന്നണിക്കുണ്ട്. അങ്ങനെ ഒരു യുവനിര സഭയിലില്ല എന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ പ്രായത്തേക്ക് മാറ്റിവെച്ച് ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവായി വരാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കെ എൻ ബാലഗോപാൽ ആ പരിഗണന പട്ടികയിലേക്ക് വന്നേക്കും. നൗഫൽ. യെസ്, എന്തായാലും സേഫ് സൈലാബിനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകർ സേഫ് സ്ക്രീനിൽ വരുമ്പോൾ എപ്പോഴും പ്രവചനത്തെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ സേഫിന്റെ പ്രവചനം പാളിപ്പോയ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കട്ടെ. ഇപ്പോൾ മറുപടി പറയാൻ മാത്രമല്ല, ഇനിയിപ്പോൾ പാളിപ്പോയ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ പാളിപ്പോയ പ്രവചനത്തെ നമുക്ക് അങ്ങോട്ട് മറക്കാം. സേഫ് ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സേഫിനോടാണ് ചോദ്യം. സേഫ് കേൾക്കാത്ത പോലെ ഇരിക്കുകയാണോ? കേട്ടില്ല. ഒന്നുകൂടെ ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് പറയണം. എന്തോ ഈ കമന്റ് ബോക്സിൽ സേഫിന്റെ പ്രവചനത്തെ കുറിച്ച് ചോദിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നുണ്ട്. അത് ഞാൻ ജിൽസിക്ക് അത് അയച്ചു കൊടുത്തിരുന്നു. ജിൽസിക്ക് അത് അയച്ചു കൊടുത്ത് ജിൽസിയുടെ കയ്യിൽ അത് ഉണ്ട്. പക്ഷേ ഈ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. വലിയ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് പറഞ്ഞു. മറ്റേ സിനിമയിലുണ്ടല്ലോ മമ്മൂക്കായ ഒരു അല്ല ഈ മമ്മൂക്കോയ ഒരു സിനിമയിൽ പറയില്ലേ, ജയറാമിനെ പിടിച്ചിട്ട് ഞങ്ങൾ രണ്ടിനെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കത്തില്ലേ? അതുപോലെ ഞാനും ജിൽസി ഞങ്ങൾ രണ്ടിനെ തെറ്റിക്കാൻ വേണ്ടി ആര് വിചാരിച്ചാലും നടക്കത്തില്ല. ശരി ഇനിയിപ്പോ നമുക്ക് അങ്ങനെ പറയാം. പിന്നെ മനുഷ്യരല്ലേ, പ്രവചനങ്ങളല്ലേ, തെറ്റിപ്പോവുക സ്വാഭാവികമാണ്. അപ്പൊ അതങ്ങനെ ആ കൂട്ടത്തിൽ അങ്ങോട്ട് പോട്ടെ. അത്